പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 049424239116. താനൂർ മൂലക്കൽ ദയ ആശുപത്രി കോവിഡ് ആശുപത്രിയായി പ്രവർത്തനം ആരംഭിച്ചു. പൂർണ്ണമായും കോവിഡ് ആശുപത്രിയായി മാറിയതോടെ തീരദേശ മേഖലയിൽ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ആശ്വാസമായി മാറുകയാണ്. എല്ലാ സൗകര്യങ്ങളും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. 3 പുതിയ വെന്റിലേറ്റർ കൂടി ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്ന് ജില്ലാ കളക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കോവിഡ് ആശുപത്രിയായി ഉയർത്തിയ താനൂരിലെ ദയ ആശുപത്രി ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. നിലവിൽ ആശുപത്രിയിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രിയുടെ പ്രവർത്തനം തിങ്കളാഴ്ച മുതൽ തന്നെ ആരംഭിച്ചതായും കളക്ടർ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിനാണ് ആശുപത്രി കൈമാറിയത്. നിലവിൽ 280 ബെഡും 20 ICUവും 3 വെന്റിലേറ്റർ സൗകര്യവും ആശുപത്രിയിലുണ്ട്. 3 പുതിയ വെന്റിലേറ്റർ കൂടി ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ കോവിഡ് വ്യാപനം വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റി അവൈലബിലിറ്റീൻ്റെ ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തി. എസ്പെഷ്യലി എന്തൊക്കെ ജില്ലയിൽ എന്തൊക്കെ ഹോസ്പിറ്റൽസ് അടച്ചിട്ടിട്ടുണ്ട്, അതുപോലെ എന്തൊക്കെ ഹോസ്പിറ്റൽ വളരെ നല്ല ഫുൾ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കാൻ പറ്റിയെന്നില്ല, ഇങ്ങനെയുള്ള ഒരു അനലൈസ് ചെയ്തു. അതുപോലെ തന്നെ ഓക്സിജൻ ഉത്പത്തി സാധനങ്ങളായിട്ടുള്ള ഇപ്പോൾ ചേലാരയിലെ തന്നെ ചെറുവട്ടത്തിൽ ഒരു പ്ലാന്റ് ഇപ്പോൾ പൂട്ടി കിടക്കുന്നുണ്ട്. അത് നമ്മൾ ഇന്ന് റിവൈവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ദയ ഹോസ്പിറ്റൽ, ഇങ്ങനെ ജനത ഹോസ്പിറ്റൽ ഇങ്ങനെ പൂട്ടി കിടക്കുന്നതായിട്ട് നമ്മൾക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില നമ്മൾ കളിഞ്ച ഫസ്റ്റ് ഫേസിലെ കോവിഡിൻ്റെ CFLTSും ഒരു പ്രവർത്തിച്ച ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അതുകൊണ്ട് വന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരു CFLTC ആയിട്ടോ അല്ലെങ്കിൽ CSLT സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ ആയിട്ട് രൂപീകരിക്കാനാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഇവിടെ വന്ന് ഫെസിലിറ്റി എല്ലാം ഡോക്ടർ ടീം അയച്ചു, എല്ലാം കംപ്ലീറ്റ് വെരിഫൈ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഒരു ഡെഡിക്കേറ്റഡ് കോവിഡ് ഹോസ്പിറ്റലായിട്ട് മാറ്റാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഓൾറെഡി നിലവിൽ ഉണ്ട്. പക്ഷേ ഇത് അനാവശ്യമായിട്ട് പൂട്ടിക്കിടക്കുന്നത് കൊണ്ട് എല്ലാ സൗകര്യങ്ങളും പാർക്കിംഗ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയ ശേഷമാണ് ഇത് ഒരു കോവിഡ് ഹോസ്പിറ്റലായിട്ട് മാറ്റാൻ നമ്മൾ ജില്ലാ ഭരണകൂടവും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ നമ്മൾ തീരുമാനിച്ചിരുന്നു. 20 ഡോക്ടർമാർ, 36 നഴ്സുമാർ, 5 ഫാർമസിസ്റ്റുകൾ, 3 ലാബ് ടെക്നീഷ്യന്മാർ, 25 ക്ലിനിക് സ്റ്റാഫുകൾ കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ, സെക്യൂരിറ്റികൾ അടക്കമുള്ളവരെ നിയോഗിച്ചിട്ടുണ്ടെന്നും സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് നൽകുമെന്നും സ്റ്റാഫുകളുടെ കുറവുണ്ടെങ്കിൽ ഗവൺമെന്റ് സ്റ്റാഫുകളെ നൽകുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. 20 ICU ആണ്, എല്ലാ സംവിധാനങ്ങളുള്ള ഹൈ ഫ്ലോ നാസൽ കനല, പിന്നെ വെന്റിലേറ്റേഴ്സ് ആൾമോസ്റ്റ് 3 വെന്റിലേറ്റേഴ്സാണ് ഉണ്ട്. ഒന്നും കൂടി ഞങ്ങൾ ഒരു 3-4 വെന്റിലേറ്റേഴ്സ് പുറത്തിറന്ന് എവിടെയെങ്കിലും യൂസ് ചെയ്യാതെ ഉണ്ടല്ലോ, നമ്മൾ തന്നെ അതെല്ലാം എടുത്ത് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു ഫുൾ ഫ്ലെജ്ഡ് ഈ ഏരിയ താനൂർ, തിരൂർ പോലുള്ള എസ്പെഷ്യലി ഈ കോസ്റ്റൽ മേഖലകളിൽ കുറച്ചും കൂടിയും ഫെസിലിറ്റീസ് ഇല്ലാതെ കൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും സീരിയസ് പേഷ്യൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത് പോകണം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആയിരിക്കും. അപ്പോൾ ഒരു 1.5 hour ട്രാവൽ ആവശ്യമാണ്. അതാണ് ഒരു പേഷ്യൻറ്റിൻ്റെ ക്രിട്ടിക്കൽ പേഷ്യൻ്റ് ഏറ്റവും ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നതാണ്. ചിലപ്പോൾ രക്ഷിക്കാനും പറ്റും, ചിലപ്പോൾ ഈ ടൈമില്ലാതെ കൊണ്ട് രക്ഷിക്കാൻ മറിക്കുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്യാനാണ് ജില്ലാ ഭരണകൂടം ഇങ്ങനെ ഒരു വളരെ സീരിയസ് ആയിട്ട് നോക്കിയിട്ട് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് റിസ്ക് എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. CFLTC ആയി പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയായിരുന്നു ഇത്. CFLTC ആക്കാനായിരുന്നു പിന്നീടും തീരുമാനം. എന്നാൽ പരിശോധനയിൽ കോവിഡ് ആശുപത്രിയാക്കാൻ കഴിയുന്ന സൗകര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ കോവിഡ് ആശുപത്രിയാക്കി മാറ്റുകയായിരുന്നു. ആശുപത്രി മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു 12 ഡോക്ടേഴ്സും ഫിസിഷ്യൻ അടക്കമുള്ള 12 ഡോക്ടേഴ്സും 36 നഴ്സുമാരും 5 ലാബ് ടെക്നീഷ്യനും ഫാർമസിസ്റ്റും 3 ലാബ് ടെക്നീഷ്യനും 25 ക്ലീനിങ് സ്റ്റാഫും അതുപോലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വേണ്ടിയുള്ള എല്ലാ സ്റ്റാഫും സെക്യൂരിറ്റി പോലുള്ള ഇത്ര വലിയ സംവിധാനത്തിൽ സെക്യൂരിറ്റി പ്രധാനമായി ചിലപ്പോൾ ഈ സമയങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് പ്രശ്ന പേര് ഉണ്ടാക്കണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സംയോജിതമായിട്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തും ഹോസ്പിറ്റലിൻ്റെ ടീമും പിന്നെ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫും സംയോജിതമായി നന്നായിട്ട് ആവശ്യമുള്ള ട്രെയിനിങ്ങും അതുപോലെ ചിലപ്പോൾ സ്റ്റാഫ് കുറവായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് സപ്പോർട്ടും സ്റ്റാഫ് കൊടുക്കും. അതുകൊണ്ട് ഇത് ഒരു ഫുൾ ഫ്ലെജ്ഡ് കോവിഡ് ഹോസ്പിറ്റലായിട്ട് മാറാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും കോവിഡ് ആശുപത്രിയായി മാറിയതോടെ തീരദേശ മേഖലയിൽ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ആശ്വാസമായി മാറുകയാണ്. നേരത്തെ ഗുരുതരമായ രോഗമുള്ളവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രിയിലേക്കായിരുന്നു കൊണ്ടുപോയിരുന്നത്. എന്നാൽ നിലവിൽ വെന്റിലേറ്റർ അടക്കമുള്ള സൗകര്യം ദയ ആശുപത്രി ഒരുക്കുന്നതോടെ ജനങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ ചികിത്സ ലഭ്യമാക്കാൻ കഴിയും എന്നത് ഏറെ ഗുണകരമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത്, രാജമാണിക്യം IAS, ഡോക്ടർ ഷിനാസ് ബാബു, ഡോക്ടർ പ്രവീണ, പ്രീതി, ആശുപത്രി MD ഡോക്ടർ മുഹമ്മദ് കുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അഷ്റഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആബിദ ഫൈസൽ, T നിയാസ്, അംഗങ്ങളായ VK ജലീൽ, KVA ഖാദർ, ആശുപത്രി CO ജാസ്മിൻ ഷാ എന്നിവരും സംബന്ധിച്ചു.